പ്രിയമുള്ളവരെ, ഇത് മധുരക്കിഴങ്ങ്. ഈ മധുരക്കിഴങ്ങ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. കപ്പ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് മധുരക്കിഴങ്ങായിരുന്നു. എന്നാൽ പിന്നീട് അത് കേരളത്തിൽ തീരെ പ്രിയങ്കരമല്ലാതായി മാറി. ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് ആളുകൾക്ക് ഒട്ടും താല്പര്യമില്ലാതായി. എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി, പ്രത്യേകിച്ച് യൂട്യൂബിൽ ഈ മധുരക്കിഴങ്ങിൻ്റെ മാഹാത്മ്യം പറയുന്ന ധാരാളം വീഡിയോകൾ വന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ്റിൻ്റെ ഒരു പ്രത്യേകത കാരണമായിട്ട് ഷുഗർ രോഗികൾ, ഇതിൽ മധുരമുണ്ട് പക്ഷേ ഷുഗർ രോഗികൾക്ക് വരെ കഴിക്കാം എന്നുള്ളൊരു ധാരണ വന്നു. അങ്ങനെ ഇപ്പോൾ മധുരക്കിഴങ്ങാണ് താരമെന്ന് നമുക്ക് പറയാൻ കഴിയും. മധുരക്കിഴങ്ങ് ഇപ്പോൾ എല്ലാ കടകളിലും നമുക്ക് ലഭിക്കും. മുമ്പൊക്കെ കേരളത്തിൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ലഭിച്ചിരുന്ന ഒന്നാണ് ഈ മധുരക്കിഴങ്ങ്. കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒന്നാണ്. പിന്നീട് അതിന് തീരെ പ്രാധാന്യമില്ലാതെ വന്നു. ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ വരവോടുകൂടി യൂട്യൂബിൻ്റെ ഒരു സ്വാധീനമാണ് ഈ മധുരക്കിഴങ്ങ് ഇപ്പോൾ സ്റ്റാറാവാൻ കാരണം. മധുരക്കിഴങ്ങ് ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നു എന്നുള്ള. പണ്ട് കാരണന്മാർ മാത്രമാണ്, അതായത് പ്രായമേറിയവർ മാത്രമായിരുന്നു മധുരക്കിഴങ്ങ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ വരെ മധുരക്കിഴങ്ങ് കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള വലിയൊരു പ്രചാരമാണ്. അതായത് ഒരുപാട് ഫൈബർ കണ്ടൻറ്റിൻ്റെ ഒരു വലിയ കേദാരമാണിത്, ഒരു വലിയ സമാഹാരമാണിത്. അതുകൊണ്ട് ഇത് ഷുഗർ രോഗികൾ വരെ കഴിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇത് ഫൈബർ കണ്ടൻ്റ് ഉള്ളതുകൊണ്ട് ഷുഗർ രോഗികൾ വരെ ഇത് കഴിക്കുന്നുണ്ട്. പക്ഷേ കഴിക്കേണ്ടത് മറ്റുള്ള പോലെ പച്ചക്കറി കഴിക്കുന്നത് പോലൊന്നും കഴിക്കാൻ പാടില്ല. ഒരു അളവൊക്കെ ഉണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം അത് കഴിക്കേണ്ടത്. എല്ലാവരും വലിച്ചു വാരി തിന്നാനൊന്നും പാടില്ല ഷുഗർ രോഗികൾ. ഞാൻ ഇതിടയ്ക്ക് കഴിക്കും, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായതുകൊണ്ട്. ഇപ്പോൾ മധുരക്കിഴങ്ങ് എല്ലായിടത്തും ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നല്ല ചിലവുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഈ കടക്കാരനോട്, ഇത് മതിലകം മതിൽമൂല എന്ന് പറയുന്ന സ്ഥലത്താണ്, റോഡ് സൈഡിലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് മധുരക്കിഴങ്ങ് പോകുന്നുണ്ടോ? അപ്പോൾ ആ കടക്കാരൻ പറഞ്ഞത് നല്ല ചിലവുണ്ട് എന്നാണ്. അതായത് ആളുകൾ വന്ന് മേടിച്ചുകൊണ്ട്, അതുകൊണ്ട് അത് അത്യാവശ്യം കൂമ്പാരായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ചിലവുള്ളതുകൊണ്ടാണല്ലോ അവരിങ്ങനെ കൊണ്ടിടുന്നത്. അപ്പോൾ മധുരക്കിഴങ്ങ് ധൈര്യമായിട്ട് കഴിക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഈ സ്വാഭാവികമായിട്ട് ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ഇത് കൂടുതൽ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് മധുരക്കിഴങ്ങിൻ്റെ ഒരു തരംഗം തന്നെ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മധുരക്കിഴങ്ങാണ് ഇപ്പോൾ കേരളത്തിലെ താരമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇതിന് വിരുദ്ധമായിട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മധുരക്കിഴങ്ങിൻ്റെ എന്തെങ്കിലും എതിർവശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇത് മധുരക്കിഴങ്ങിൻ്റെ ഒരു കാലമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പലരും മധുരക്കിഴങ്ങ് കൃഷിയിലേക്ക് തിരിഞ്ഞു. ഈ കൃഷി കേരളത്തിൽ അപൂർവമായിരുന്നു. ഇപ്പോൾ പലരും മധുരക്കിഴങ്ങിൻ്റെ കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ ഈ കിടക്കുന്നത് ആന്ധ്രയിൽ നിന്ന് വരുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ ചിലർ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളൂ. അതിനി വ്യാപകമായി വരാൻ കുറച്ച് സമയം പിടിക്കും. നമുക്കറിയാം, ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലിപ്പോൾ മുല്ലപ്പൂ കൃഷി വ്യാപകമായിട്ട് വരുന്നുണ്ട്. ചെണ്ടുമല്ലി പൂക്കൾ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്ത് വരുന്നുണ്ട്. എന്നതുപോലെ മധുരക്കിഴങ്ങിലേക്കും ആളുകൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാടൻ മധുരക്കിഴങ്ങ് കിട്ടുന്ന ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വരവാണ്. നമ്മുടെ പച്ചക്കറികൾ പോലെ ഈ മധുരക്കിഴങ്ങും വരവാണ്, ആന്ധ്രയിൽ നിന്നുള്ളതാണ്. ഇനി നമ്മുടെ നാടൻ നമുക്ക് കഴിക്കാവുന്ന ഒരു സാഹചര്യം വരട്ടെ. മധുരക്കിഴങ്ങ് നാടൻ കഴിക്കാവുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ ഈ ഭക്ഷണം, ഈ പറയുന്ന മധുരക്കിഴങ്ങിനോടുള്ള പ്രിയം നാടനിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കട്ടെ. നാടനും വരവും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മുടെ കേരളീയനാവുമ്പോൾ ഇത്തിരി കൂടി പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ ഒരു തരംഗം കേരളത്തിൽ അലയടിക്കുന്നുണ്ട്. അതിന് യൂട്യൂബ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം.